ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് 20 ലക്ഷം ലിറ്റർ വെള്ളം വേണമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നാസയിൽ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ഒരു ഡാം തുറന്നുവിട്ടതുപോലെ വെള്ളം ഒഴുകും. റോക്കറ്റ് പറന്നുയരുമ്പോൾ ഉണ്ടാകുന്ന കൂടിയ താപം മൂലം ലോഞ്ചിങ് പാഡ് തകരാറിലാവാതെ ഇരിക്കാനും റോക്കറ്റ് ഉയരുന്ന സമയത്തെ ശബ്ദം കുറയ്ക്കാനും വേണ്ടിയാണ് ഇത്തരത്തിൽ വെള്ളം ഉപയോഗിക്കുന്നത്. റോക്കറ്റ് പറന്നുയരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അന്തരീക്ഷ വായുവുമായി കൂട്ടിയിടിക്കുകയും ഷോക്ക് വേവ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് ഊർജ വിക്ഷേപണ പ്ലാറ്റ്ഫോമിലും പാഡ് പ്രതലത്തിലും പ്രതിഫലിപ്പിക്കുകയും വിക്ഷേപണ വാഹനത്തിനും പെലോഡിനും ക്രൂവിനും കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് വിക്ഷേപണ പാഡിന് താഴെയുള്ള എക്സ്ഹോസ്റ്റ് പ്ലൂമിലേക്കും പാഡിന് മുകളിലുള്ള ഭാഗത്തേക്കും വലിയ അളവിൽ വെള്ളം കുത്തിവച്ച് ശബ്ദശക്തി കുറയ്ക്കുന്നത്. 1 മിനിറ്റിൽ ഏകദേശം 20 ലിറ്റർ വെള്ളമാണ് ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്നത്.